പ്രിയമുള്ളവരെ, അതീവ ഗുപ്തമായ ആചാരരീതിയായ കൗളമാർഗം പിന്തുടരുന്ന മാമാനിക്കുന്ന് ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായാണ് ഇത്തവണ ചില്ലറക്കാര്യം നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്. ശ്രീ മഹാദേവൻ പാർവതി ദേവിക്ക് ഉപദേശിച്ചു കൊടുത്ത വളരെ രഹസ്യമായ പൂജാ സമ്പ്രദായമായ കൗളമാർഗം കാശ്മീരിൻ്റെ പ്രദേശങ്ങളിലാണ് നിലനിന്നിരുന്നത്. അത്തരം കൗളമാർഗ ആരാധന ഉള്ള കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂരിലുള്ള മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രം. കൗള മാർഗ ആരാധനയെന്നാൽ ശക്തി ആരാധനയാണ്. ശ്രീ മഹാദേവിക്കൊപ്പം താണ്ഡവ നർത്തകനായ ശിവൻ കുടികൊള്ളുന്ന അപൂർവ ക്ഷേത്രം കൂടിയാണിത്. മഹിഷാസുരവധം കഴിഞ്ഞുള്ള ഭാവത്തിലാണ് ഇവിടെ മഹാദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മഹിഷാസുരനെ വധിക്കുവാനായി ത്രിമൂർത്തികളുടെയും ഇന്ദ്രാദി ദേവന്മാരുടെയും ചൈതന്യത്തിൽ നിന്നും ഉയിർക്കൊണ്ടതാണ് മഹാകാളി. ദേവന്മാരുടെയും മഹർഷിമാരുടെയും ദുഃഖമകറ്റി മഹിഷനെ വധിച്ച മഹാദേവിയെ മാമുനിമാർ ബഹുമാനിച്ച് ഇവിടെ ഇരുത്തിയതാണത്രേ. പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണെന്ന് മറ്റൊരു ഐതിഹ്യവുമുണ്ട്. കൊട്ടിയൂരിലൂടെ വരുന്ന ബാവലിപ്പുഴ ഇരിക്കൂരിലെത്തുമ്പോൾ ഇരിക്കൂർ പുഴയാണ്. ഈ പുഴയുടെ കിഴക്കേ തീരത്ത് തളിപ്പറമ്പ് ഇരിട്ടി റോഡും കണ്ണൂർ ഇരിക്കൂർ റോഡും ചേരുന്നതിന് വടക്കുഭാഗത്താണ് ക്ഷേത്രത്തിൻ്റെ സ്ഥാനം. മഹാമുനിമാർ തപസ്സു ചെയ്തിരുന്ന കുന്നിനെ മാമുനിക്കുന്ന് എന്നും പിന്നീട് മാമാനിക്കുന്ന് എന്നും വിളിച്ചു വന്നതായാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കണ്ണംകോട് വിഷ്ണു ക്ഷേത്രവും മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രവും ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തന്നെ തകർന്നു പോയിരുന്നു. പിന്നീട് ഇംഗ്ലീഷുകാർ ഭരണാധികാരികളായ സമയത്ത് കള്ളിയാട്ട് താഴത്തുവീട്ടിൽ കുടുംബത്തിന് ഈ പ്രദേശം എത്തിച്ചേരുകയുണ്ടായി. നേരത്തെ തന്നെ ദേവിയുടെ ഭക്തരായിരുന്ന ഇവരുടെ വസതിയിൽ ദേവി പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ദേവപ്രശ്നത്തിൽ ശക്തയായ ആരാധനയാണ് താൽപ്പര്യമെന്ന് ദേവിയുടെ വെളിപ്പെടുത്തൽ ലഭിക്കുകയുണ്ടായി. അങ്ങനെ ബ്രാഹ്മണരുടെ സാത്വിക ആരാധനാ രീതിയിൽ നിന്നും പിടാരരുടെ അഥവാ ഭട്ടാരന്മാരുടെ ശാക്തേയ രീതിയിലേക്ക് ആരാധനാരീതി മാറുകയാണ് ഉണ്ടായത്. ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ ക്ഷേത്രം. വടുഭൈരവൻ, വടുഭൈരവി, ക്ഷേത്രപാലകൻ, വനശാസ്താവ് എന്നിവരാണ് ഉപദേവതകൾ. ഗർഭഗൃഹത്തിൽ മഹാദേവിക്കൊപ്പം ബ്രാഹ്മി, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി എന്നീ അഷ്ടമാതൃക്കളും 64 യോഗിനികളും ഗണപതിയും വീരഭദ്രനും കുടികൊള്ളുന്നു. വടുഭൈരവനും വടുഭൈരവിയും കുടിയിരിക്കുന്ന ഗുരുതിത്തറയിലാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ മറിസ്തംഭനം നീക്കൽ നടക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോയുടെ ലിങ്ക് ഞങ്ങൾ ആദ്യ കമൻ്റായി ചേർക്കുന്നുണ്ട്. ഗുരുതി അഥവാ ഗുരുസി ഇവിടുത്തെ മറ്റൊരു വഴിപാടാണ്. രാക്ഷസന്മാരെ നിഗ്രഹിക്കുന്ന സമയത്ത് രജോ ഗുണത്തിൽ നിന്നും തമോ ഗുണത്തിലേക്ക് എത്തുവാൻ ദേവി അസുരരുദ്ധിരം പാനം ചെയ്തു അത്രേ. ദേവിക്ക് ഗുരുതി നടത്തുമ്പോൾ നമ്മിലെ അസുരരക്തം ദേവി കുടിച്ച് ദേവഗുണം അവശേഷിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം. നവരാത്രി എന്നാൽ 9 ദിവസമാണെന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ ഇവിടെ 15 ദിവസത്തെ പൂജയാണ് നടക്കുന്നത്. സഹസ്രനാമത്തിലെ തിഥിമണ്ഡല പൂജിതാം എന്ന നാമത്തെയാണ് ഇവിടെ അന്വർത്ഥമാക്കുന്നത്. യഥാർത്ഥത്തിൽ കൗളമാർഗ പൂജകൾ ഏറ്റുവാങ്ങുന്ന ദേവിയെ ശാന്തയായ സരസ്വതി ഭാവത്തിൽ എത്തിക്കുവാൻ വേണ്ടിയാണ് ഇത്രയും നീണ്ട കാലയളവ്. ശ്രീ മഹാദേവി മാമാനിക്കുന്ന് തിരഞ്ഞെടുക്കുവാനുള്ള കാരണം ശ്രീചക്രത്തിലെ ബിന്ദുവായ മേരു മാമാനിക്കുന്ന് ആണ് എന്നതിനാലാണെന്നാണ് വിശ്വാസം. ബിന്ദുമണ്ഡലവാസിനി എന്ന ദേവി സഹസ്രനാമം ഇത് സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. രാവിലെ 5:45 തുറക്കുന്ന ക്ഷേത്രനട ഉച്ചയ്ക്ക് 1 മണിക്ക് അടയ്ക്കുന്നു. വൈകിട്ട് 6:15 മുതൽ 7 മണി വരെയാണ് ക്ഷേത്രനട തുറന്നിരിക്കുന്നത്. നട തുറന്നിരിക്കുന്ന സമയത്ത് ക്ഷേത്രപ്രദക്ഷിണം നടത്തുന്നതിനും പ്രത്യേക ചിട്ടയുണ്ട്. 18 പടികൾ കയറി ക്ഷേത്രഗോപുരത്തിലൂടെ ക്ഷേത്രനടയിലെത്തി മഹേശ്വരനെ തൊഴുത് നമസ്കാര മണ്ഡപത്തിൻ്റെ ഇടതുവശത്തു കൂടി ദേവീക്ഷേത്രത്തെ പ്രദക്ഷിണം ചെയ്യണം.
ദേവീക്ഷേത്രത്തിനു ചുറ്റും അഷ്ടദിക്പാലക സങ്കല്പമായി കാണുന്ന 8 ബലിക്കല്ലുകളെ ഇന്ദ്രൻ, അഗ്നി, യമൻ, വായു, കുബേരൻ, ശിവപാർഷദൻ, നിരൂതി, വരുണൻ എന്നീ ക്രമത്തിൽ പ്രാർത്ഥിച്ച് ദേവീ ദർശനത്തിനായി തിരുനടയിൽ എത്തുന്നു. ദേവിയെ പ്രാർത്ഥിച്ചതിന് ശേഷം ശാസ്താവിനെ പ്രാർത്ഥിക്കുന്നു. ശാസ്താവിൻ്റെ സന്നിധിയിൽ നിന്നും തിരികെ ദേവീ സന്നിധിയിലേക്ക് എത്തുന്നു. സപ്തമാതാക്കളെയും തൊഴുതതിന് ശേഷം ദേവിയെ വീണ്ടും പ്രാർത്ഥിച്ച് ഭണ്ഡാര സമർപ്പണം നടത്തി തീർത്ഥവും പ്രസാദവും വാങ്ങി മഹാദേവൻ്റെ സന്നിധിയിലെത്തി സാഷ്ടാംഗം നമസ്കരിക്കുന്നു. പിന്നീട് നാഗരാജാവിനെയും ക്ഷേത്രപാലനെയും തൊഴുതതിന് ശേഷമാണ് ഗോപുരത്തിൽ തിരികെ എത്തുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ വഴിപാടുകൾക്ക് പുറമെ സാധാരണ പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി, ശത്രുസംഹാര ഹോമം, ഗുരുസി തർപ്പണം, മൃത്യുഞ്ജയ ഹോമം, ശക്തിപൂജ, നിറമാല തുടങ്ങിയവയും ഇവിടെ നടത്തിവരുന്ന പ്രധാന വഴിപാടുകളാണ്. ഇവിടെ നിന്നും നൽകുന്ന മണലും ഭസ്മവും എല്ലാവിധ ആഭിചാര ദോഷശാന്തിക്കായി ദേഹത്ത് ധരിക്കാവുന്നതും ഭവനം, സ്ഥാപനം, വാഹനം, കൃഷിയിടം തുടങ്ങിയ ഇടങ്ങളിൽ നിക്ഷേപിക്കാവുന്നതുമാണ്. അമാവാസിയും പൗർണമിയും പ്രധാന ദിനങ്ങളായി ആഘോഷിക്കുന്ന ഈ ക്ഷേത്രത്തിലെ ദേവിയുടെ പിറന്നാളായി ആഘോഷിക്കുന്നത് തൃക്കാർത്തികയാണ്. മീനത്തിലെ കാർത്തിക മുതൽ പൂരം വരെയാണ് 9 ദിവസത്തെ പൂരമഹോത്സവം നടത്തപ്പെടുന്നത്. അന്നദാനേശ്വരിയായ ദേവിയുടെ ക്ഷേത്രത്തിൽ 2 നേരവും അന്നദാനവും ഉണ്ട്. പ്രിയരെ, ഉദ്ദിഷ്ടകാര്യം സിദ്ധിച്ചതിൽ ആശ്വസിച്ചു കാര്യസാധ്യത്തിനായി പ്രാർത്ഥിച്ചു മാമാനത്തമ്മയെ വന്ദിച്ച് ആത്മനിർവൃതി കൊണ്ട് പ്രസാദം അനുഭവിക്കുന്നതിനായുള്ള സർവ്വ സൗഭാഗ്യങ്ങളും എക്കാലവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ചില്ലറക്കാര്യം എത്തുന്നതുവരെ കാത്തിരിക്കാം.